വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഊർജിതമായ ശ്രമമുണ്ടാകുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങളെ നിസ്സാരമായി സർക്കാർ കാണുന്നു എന്ന ആരോപണം വേദനാജനകമാണെന്നും മന്ത്രി പ്രതികരിച്ചു. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഊർജിതമായ ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. വളരെ നിസ്സാരമായി ഗവൺമെന്റ് കാണുന്നു എന്ന പരാമർശം ഖേദകരമാണ്. സർ, ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. ആ പച്ചപ്പുകളും ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത്. അത് കേരളത്തിന്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിന്റെയും സവിശേഷതയാണ്. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ലഹരി മരുന്ന് ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്രമണങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ഉച്ചയ്ക്ക് 12 മണിക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. ലഹരിയെ ഒരു സാമൂഹിക വിപത്തായി അതീവ ഗൗരവത്തോടെ കാണുകയും അതിനെ ചെറുക്കാൻ ജനങ്ങളെയാകെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി ഒറ്റക്കെട്ടായി അണിനിരത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒന്നും മറച്ചുവെക്കാനോ ഒളിച്ചുവെക്കാനോ ഇല്ല എന്ന് മാത്രമല്ല, ഈ പ്രശ്നത്തെ എല്ലാവരെയും യോജിച്ച് അണിനിരത്താൻ തുറന്ന സമീപനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്നറിയിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ലഹരി മരുന്ന് ഉപയോഗവും അതുപോലെ തന്നെ ഈ വന്യജീവി ആക്രമണങ്ങളും അടക്കം വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിക്കുകയുണ്ടായത്. മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹരിത, ഇന്ന് സഭയിൽ പ്രത്യേകിച്ചും ചോദ്യോത്തര വേളയിൽ തന്നെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. അതായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമായി ഉയർന്നിരുന്നു. അതിൽ നേരിട്ട് ബാധിക്കാത്ത മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട നേരിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചതായാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. തീരദേശ മേഖലയിൽ പരിരക്ഷ നൽകുന്ന കാര്യങ്ങളടക്കം തയ്യാറായതായാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കടലിൽ നിന്നും മണൽ ഖനനം നടത്തുന്നതായ കേന്ദ്ര തീരുമാനത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നിരുന്നു. അതിൽ സംസ്ഥാനത്ത് വിയോജിപ്പാണ് അറിയിച്ചിട്ടുള്ളത്. ആശങ്ക കേന്ദ്രത്തോട് അറിയിച്ചിട്ടുണ്ട്. ഈ മണൽ ഖനനം നടത്തുന്നതോടെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നതായി സർക്കാർ അത് വളരെ ഗൗരവമായി എടുക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതിനെ തുടർന്ന് അതിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സർക്കാരിനെ കേന്ദ്രത്തെ ബോധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇനി വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ചോദ്യത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടന്നു വരികയാണെന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. എന്തുകൊണ്ട് കടുവയുടെ സാന്നിധ്യമടക്കം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നു. നിസ്സാരമായി സർക്കാർ ഇക്കാര്യത്തെ കാണുന്നുവെന്ന് കരുതരുതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം കാട് മുഴുവൻ ക്യാമറ സ്ഥാപിക്കാനുള്ള കഴിയാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം പച്ചപ്പ് പലപ്പോഴും കാഴ്ച മറയ്ക്കുന്ന സാഹചര്യമുണ്ട്. ഭൂപ്രകൃതി അങ്ങനെയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യ വിഭവശേഷി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇനി കൂടുതൽ പരിശോധനകൾ നടത്തിവരുന്നത്. ഇതിനുള്ള നടപടികൾ തുടർന്നു വരികയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6 മാസത്തിനിടെ ഉണ്ടാകുന്ന വനം വന്യജീവി സംഘർഷ ആക്രമണങ്ങൾക്ക് നടപടി കാലതാമസമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി അതിനെ ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ തന്നെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കൃഷിനാശമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ഉൾക്കാട്ടിലേക്ക് പോയി അപകടമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ സർക്കാർ സഹായം നൽകി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം ലഹരി ഉപയോഗവും ആക്രമണവുമായി
ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ളതാണെന്നും അത് ഒന്നിച്ചെടുത്ത് നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണെന്നുമാണ് മന്ത്രി MP രാജേഷ് അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം സ്പീക്കർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. 12 മണിക്ക് ആരംഭിക്കുന്ന ചർച്ച 2 മണിക്കൂർ നീളും. 2 മണി വരെയാണ് ചർച്ചയ്ക്ക് സമയം നൽകിയിട്ടുള്ളത്. ഹരിത. ശരി, സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ലഹരി മരുന്ന് ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന ആക്രമണങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നത്. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.